ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു മത്തങ്ങ പരിപ്പ് കറിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പരിപ്പ് വേണം. ഞാനിവിടെ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പരിപ്പ് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിവിടെ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ 2 ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ കറിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ പരിപ്പ് ഇവിടെ ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിപ്പും മത്തങ്ങയും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മത്തങ്ങ അധികം ഉടഞ്ഞു പോകണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ പരിപ്പും മത്തങ്ങയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. മത്തങ്ങയിൽ ചിലതൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കുന്നില്ല. പിന്നെ പരിപ്പൊക്കെ കുക്കായി വരാൻ എനിക്കിവിടെ മൊത്തത്തിൽ 4 വിസിൽ വേണ്ടി വന്നു. പിന്നെ നിങ്ങൾ എടുക്കുന്ന പരിപ്പ് അനുസരിച്ചും സോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചും കുക്കർ അനുസരിച്ചൊക്കെ വിസിലിൽ മാറ്റം വരാം. പിന്നെ ഞാനിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ ഇതധികം തിളക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റൗ സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ചൂടായി വരണം. കറി കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇവിടെ കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് കടുക് തളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറി കടുക് വറുത്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിരിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ പരിപ്പ് മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.